അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് ശരിക്കും പറഞ്ഞാൽ റെയർ ആണ്. അത് മാത്രമല്ല, അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കിഡ്നിയുടെ പ്രവർത്തനത്തെ അടക്കം തകരാറിലാക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനും മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള സിറ്റുവേഷനുമാണ്. ഇനി വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രത്തിന്റെ ഈ അസിഡിറ്റിയെ കുറച്ച് ആൽക്കലൈൻ സ്വഭാവത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചില ആളുകളുണ്ട് ഭയങ്കര ചൂടല്ല, അതുകൊണ്ട് തണുത്ത ബിയർ കുടിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ബിയർ കുടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയും, ഞാൻ മുമ്പ് പറഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വാഷിംഗ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി തന്നെ കൃത്യമായി തന്നെ ഈ റെക്കറന്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽക്കാലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. വേനൽക്കാലത്ത് മൂത്രത്തിന്റെ അളവ് കുറയുന്നു, അതായത് ജലാംശം കൂടുതൽ വേർപ്പിലൂടെ നഷ്ടപ്പെടുന്നു. അങ്ങനെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു. അപ്പം മൂത്രം കൂടുതൽ കോൺസെൻട്രേറ്റഡും അസിഡിക് ഒക്കെ ആവുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് അവരുടെ അനാറ്റമിക് സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ട് നമുക്ക് കാണാം. ഒന്ന് അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ലോവർ UTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാഡറിനെയും അതുപോലെ തന്നെ യൂറിത്രേനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അത് തന്നെയാണ്. അപ്പർ UTI എന്ന് പറയുന്നത് അത് കിഡ്നീനെ അഫക്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കിഡ്നിയും അതിനോടനുബന്ധിച്ചുള്ള സ്ട്രക്ചറിനെയും അഫക്ട് ചെയ്യുന്നതാണ് ഈ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് ശരിക്കും പറഞ്ഞാൽ റെയർ ആണ്. അത് മാത്രമല്ല, അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കിഡ്നിയുടെ പ്രവർത്തനത്തെ അടക്കം തകരാറിലാക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനും മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള സിറ്റുവേഷനുമാണ്. ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എല്ലാം അറിയാം. മൂത്രം പോവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, മൂത്രത്തിൽ ചുടിച്ചില്, പുകച്ചില്, അതുപോലെ തന്നെ അടിവയർ വേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നല്, അതുപോലെ തന്നെ പനി, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലുള്ള പനി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എന്നാൽ അത് അപ്പർ UTIയിലേക്ക് വരുമ്പോൾ പനി വളരെ ശക്തിയാവും. അതുപോലെ തന്നെ നോസിയ, അതായത് ഛർദ്ദിക്കാനായിട്ടുള്ള തോന്നല്, ഛർദ്ദല്, അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തെ അഫക്ട് ചെയ്യുന്നതോട് തന്നെ അതിനോടനുബന്ധിച്ച് ക്രിയാറ്റിൻ അടക്കം കൂടി ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും. ഇത് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആവുകയും ചെയ്യും. ഡയാലിസിസ് അടക്കമുള്ള ചികിത്സാ രീതികൾ ആ സമയത്ത് നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരും. ഇനി ഇത് എന്തുകൊണ്ട് വരുന്നു എന്നൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളം കൂടി കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജലം വേർപ്പിലൂടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയുന്നു. അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയായിരുന്നാൽ തീർച്ചയായിട്ടും മൂത്രം കോൺസെൻട്രേറ്റഡ് ആകുന്നു. ഇൻഫെക്ഷൻ വരാനുള്ള വളരെ സാധ്യത കൂടുന്നു. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ അൺഹൈജീനിക് സിറ്റുവേഷനിലുള്ള നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ റെക്കറന്റ് ആയിട്ട് ഈ UTI ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈക്കോളൈ ബാക്ടീരിയയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉള്ള ഒരു ബാക്ടീരിയയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവരുടെ അനാറ്റമിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് മൂത്രനാളവും, അതായത് യൂറിനറി ഓറിഫേസും എനൽ കനാലും എനൽ ഓറിഫേസും വളരെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ബാക്ടീരിയ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള വളരെ ഒരു സാധ്യതയുണ്ട്. അവരുടെ ഒരു വാഷിംഗ് ഹാബിറ്റിന്റെ ഭാഗമായിട്ടും ഇത് കൂടുതലായിട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് മലദ്വാരം വാഷ് ചെയ്തതിന് ശേഷം യൂറിനറി ഓറിഫേസ് വാഷ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഇത് പകരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ അവർ ആദ്യം യൂറിനറി ഓറിഫേസ് വാഷ് ചെയ്തതിന് ശേഷം മലദ്വാരത്തിലേക്ക് വാഷ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും. മിക്കവാറും ഉള്ള സ്ത്രീകളിലെ ഒരു പ്രശ്നമാണത്. ആ ഒരു ഹാബിറ്റ് വ്യത്യാസം വരുത്തുന്നതോടുകൂടി തന്നെ ഈ റെക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷന് വളരെയധികം കുറവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഈ ഡയബറ്റീസ് മുതലായ ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്ന അസുഖങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ വളരെയധികം കൂടുതൽ സാധ്യതയുണ്ട് UTIക്ക്. അതുപോലെ തന്നെ ഈ യൂറിനറി കത്തീറ്റർ യൂസ് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ സ്ട്രോക്ക് ഒക്കെ വന്ന് താഴ്ന്നു കിടക്കുന്ന ആളുകളിൽ കത്തീറ്റർ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളുകളിലും ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഇനി വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രത്തിന്റെ ഈ അസിഡിറ്റിയെ കുറച്ച് ആൽക്കലൈൻ സ്വഭാവത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, ചെറുളയിട്ട് തിളപ്പിച്ച വെള്ളം, ബാർലി, അതുപോലെ ഞെരിഞ്ഞിരി, ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂത്രത്തിന്റെ ആൽക്കലൈൻ സ്വഭാവത്തെ വർദ്ധിപ്പിക്കുകയും ആ രീതിയിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി കുറച്ച് പാനീയങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം കൂടിയുണ്ട്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി നമുക്ക് കുറയ്ക്കണം. അതുപോലെ തന്നെ മദ്യപാനം ഒഴിവാക്കണം. പ്രത്യേകിച്ച് ചില ആളുകളുണ്ട് ഭയങ്കര ചൂടല്ല, അതുകൊണ്ട് തണുത്ത ബിയർ കുടിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ബിയർ കുടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയും യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹാബിറ്റ്, ഞാൻ മുമ്പ് പറഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വാഷിംഗ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി തന്നെ
കൃത്യമായി തന്നെ ഈ റെക്കറന്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം യൂറിൻ പാസ് ചെയ്യുന്ന ഒരു കാര്യം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് എന്തെങ്കിലും ബാക്ടീരിയയുടെ പ്രസൻസിൽ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ മിക്കവാറും യൂറിൻ ആൽക്കലൈസ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ശാസ്ത്രത്തിലാണ് ആന്റിബയോട്ടിക് തെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്ന് നെഫ്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഡയാലിസിസ് അടക്കമുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. ആയുർവേദത്തിൽ ഇതിനെ മൂത്രകൃശം എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്ന ലക്ഷ്യം എന്ന് വെച്ചാൽ മൂത്രത്തെ ആൽക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ഷാരഗുണമുള്ള ഔഷധങ്ങൾ കൊടുത്ത് അതിനെ ആൽക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിന് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് ശ്വേതപറപ്പടി പോലുള്ള മരുന്നുകൾ കൃത്യമായി കൊടുത്ത് യൂറിനെ ആൽക്കലൈസ് ചെയ്യുക. അപ്പൊ തന്നെ ഈ ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി പനി മുതലായ മറ്റ് അനുബന്ധ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചികിത്സിക്കും. അപ്പോൾ കൃത്യമായി തന്നെ അതിനെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് ആയുർവേദത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ കൈകാര്യം ചെയ്താൽ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയി കഴിഞ്ഞാൽ കിഡ്നീനെ അഫക്ട് ചെയ്ത് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന സിറ്റുവേഷനൊക്കെ കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ഇത് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് വരാതെ നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.